നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മീര പുഷ്പരാജൻ. കടലാസിൽ വിരിയുന്ന പേനകൾ, പേപ്പറിൽ നിറയുന്ന പൊൻചിത്രങ്ങൾ, നിശ്ചയദാർഢ്യം കൊണ്ട് മനസ്സ് കീഴടക്കുന്ന BRC പൊന്മളയിലെ ഭിന്നശേഷി പ്രതിഭകൾ മലപ്പുറം ജില്ലാ കലക്ടർ VR പ്രേംകുമാറിനൊപ്പം. മധുരം പങ്കിട്ട് ഹൃദയം നിറഞ്ഞ കലക്ടറേറ്റ്. മനോഹര ദൃശ്യങ്ങൾ തത്സമയം ക്യാമറയിൽ പകർത്തി NTVയും. നാട്ടുനന്മയുടെ നിറക്കാഴ്ചകളുമായി NTV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിശ്ചയദാർഢ്യം കൊണ്ടും ജീവിതത്തോട് പൊരുതാനുള്ള ആർജവം കൊണ്ടും ശ്രദ്ധേയമായ BRC പൊന്മളയിലെ ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ ജില്ലാ കലക്ടർ VR പ്രേംകുമാറിനൊപ്പം സൗഹൃദ സംഭാഷണം നടത്തി. അതിജീവനത്തിനായി അവരുണ്ടാക്കിയ കടലാസ് കൊണ്ടുള്ള പേനകൾ കലക്ടർക്ക് അവർ സമ്മാനമായി നൽകി. കലക്ടറുമൊത്തുള്ള സൗഹൃദ സംഭാഷണത്തിന് ശേഷം മനസ്സു നിറഞ്ഞ് അവർ യാത്രയായി. ബാക്കി വന്ന കടലാസ് പേനകൾ അടുത്തുള്ള കടകളിലും പരിസരങ്ങളിലും വിൽപ്പനയ്ക്ക് കൊടുത്തു. പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദിന്റെ നേതൃത്വത്തിലാണ് പൊന്മള BRCയിലെ ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ കലക്ടറേറ്റിൽ സൗഹൃദ സന്ദർശനം നടത്തിയത്. അതിജീവനത്തിനു വേണ്ടി സമൂഹത്തിൽ പൊരുതി നിൽക്കുന്ന BRC പൊന്മളയിലെ പ്രതിഭകൾക്ക് മലപ്പുറം കലക്ടറേറ്റ് സന്ദർശനം മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിയായ പ്രചോദനവും ഊർജവും നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവർ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റു കുട്ടികളെ പോലെ തന്നെ കഴിയുന്നില്ലെങ്കിലും അവർക്കും ഈ പേപ്പർ പേനയിൽ നിന്ന് കിട്ടും. നമ്മുടെ BRC സ്കൂളിന് ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ജൈവികമായ കാരണത്താൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഇത്തരം ആളുകൾക്ക് ജീവിക്കാനുള്ള പ്രചോദനം നൽകുകയാണ് ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. വിതരണം ചെയ്യാനാണ് സ്കൂളിലെ കുട്ടികളുമായിട്ടാണ് ഇന്നിവിടെ കലക്ടർ കാണാൻ വന്നിട്ടുള്ളത്. ജില്ലാ കലക്ടർ സമയം തന്നതുകൊണ്ടാണ് ഇന്നിവിടെ കുട്ടികളുമായിട്ട് അവർ നിർമ്മിച്ച പേപ്പർ പേന ഇവിടെ വെച്ച് ഒരു ചെറിയ ചടങ്ങോടുകൂടി വിതരണം തുടങ്ങുകയാണ്. ഇന്ന് പൊന്മള പഞ്ചായത്തിലെ കുറച്ച് മുന്നേ തന്നെ BRC സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും BRC തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുമുണ്ട്. ഇതുപോലുള്ള മക്കൾ ഒരുപാട്. പൊന്മള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി കടക്കാടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞി മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി സുശീല, ADMC ജാഫർ, അധ്യാപികമാരായ സനിത, നിഷിത എന്നിവരും കലക്ടറേറ്റ് സന്ദർശനത്തിൽ BRC പൊന്മളയിലെ പ്രതിഭകളായ അശ്വതി, ഗോപിക, ഗോപികൃഷ്ണൻ, മാഹിർ, റമീസ്, ഫെബിത ജാസ്മിൻ, സുഹൈല എന്നിവരെ അനുഗമിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കലക്ടർക്ക് കൈമാറി അത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു മാർഗം തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കലക്ടർക്ക് കൈമാറിയതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏറനാട് നാട്ടുവാർത്ത പോലത്തെ മീഡിയ ചാനലുകൾ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകാറുമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ എത്താൻ സാധിച്ചതിൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നല്ല തുടക്കമാണ്. വെരി ഗുഡ്. എന്താണ് എന്ത് സാധനമാണ് ചെയ്തിട്ടുള്ളത്? വരാം സമയം കിട്ടുമ്പോൾ വരാം. ഇതെന്താ എന്താണ്? ഓക്കെ, നോക്കാം എന്താണ് ഇതെന്താണ്? ഓ സൂപ്പർ. ഇത് ആർക്ക് വേണ്ടിയാ? ഇത് ആർക്കാണ്? പേപ്പറിൽ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? ഒരു നല്ല കുറെ കാര്യങ്ങളെ നമ്മൾ വിചാരിക്കുന്നില്ല. ആരുടെ ഐഡിയ ആണ്? പക്ഷെ അവര് ഒരിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലേ അതേപോലെ നന്നായിട്ട് ഇത് ചെയ്യും. പരിസ്ഥിതി സൗഹൃദമായി നിങ്ങളിത് സെയിൽ ചെയ്യുന്നു. അപ്പോൾ റെന്റ് ബാക്കിയുള്ളത് സെയിൽ ചെയ്യും. കൊടുക്കുന്ന റെന്റ് ബാക്കിയുള്ളത് സെയിൽ ചെയ്യും.
പൊന്മുള ഗ്രാമപഞ്ചായത്തിന് വിഭിന്നങ്ങളായ ശേഷിയുള്ള കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് 2018 27 കുട്ടികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ BRC ആരംഭിച്ചത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ വരുന്ന 32 കുട്ടികളുണ്ട്. എന്നാൽ പൊന്മുള ഗ്രാമപഞ്ചായത്തിൽ 400ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട്. ഇവരെല്ലാം മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. അതിനാവശ്യമായ സാമ്പത്തിക സാമൂഹിക സാഹചര്യം നിലവിൽ പഞ്ചായത്തിൽ തുലവും കുറവാണ്. എന്നിരുന്നാൽ തന്നെ പരിമിതമായ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഭരണസമിതി അവർക്ക് കഴിയുന്നതിന് അപ്പുറത്ത് ഭിന്നശേഷിക്കാരായ നമ്മുടെ ഈ കുട്ടികളെ മുഖ്യധാരയിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിവുകൾ വികസിപ്പിച്ച് കലാകായിക മേളയിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ ഉപജീവനത്തിനായി പേപ്പർ പേന നിർമ്മാണം ചിലവ് കുറഞ്ഞ രീതിയിൽ വരുമാനത്തിലെത്തിക്കുക. മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇന്ന് കളക്ട്രേറ്റിൽ ബഹുമാന്യനായ മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഞങ്ങളുടെ പ്രിയങ്കരായ കുട്ടികൾ നിർമ്മിച്ച ഈ പേന കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഇവരുടെ കഴിവ് എത്തിക്കുക എന്നതാണ്, മലപ്പുറത്തിൻ്റെ പൊൻതൂവലാക്കി മാറ്റുക എന്നതാണ് ഇവർക്ക് ഞങ്ങൾ നൽകുന്ന ഒരു പ്രോത്സാഹനം. ഇതിനായിട്ട് ഭരണസമിതിയും മറ്റ് വിവിധ വകുപ്പുകളും BRCയിലെ ട്രെയിനർ, ടീച്ചർ ഇവരെല്ലാം ഒത്തൊരുമയോടെ നിന്ന്, രക്ഷിതാക്കളും ഒത്തൊരുമയോടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ഭാഗത്തുനിന്നും ഇനിയും ഞങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകാൻ വിശ്വാസത്തിൽ പൊന്മുള ഗ്രാമപഞ്ചായത്തിൻ്റെ പൊൻതൂവലുകളായ ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികളുടെ കഴിവും അവരുടെ കലാവാസനകളും എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഏറനാട് നാട്ടുവാർത്ത കാണിച്ച ഉദാര മനസ്സിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. ഈ വാർത്തയിലൂടെ ഞങ്ങളുടെ കുട്ടികൾ മലപ്പുറത്ത് മാത്രമല്ല ഏറനാട് താലൂക്ക് ഫുൾ പ്രദേശത്തും ഈ ഏറനാട് നാട്ടുവാർത്തയിലൂടെ അറിയും. അവർക്കത് കൂടുതൽ പ്രചോദനമാകും, ആത്മസംതൃപ്തി ലഭിക്കും, മാതാപിതാക്കൾക്ക് അഭിമാനമാകും, ഞങ്ങളുടെ ഭരണസമിതിക്ക് അതിലേറെ അഭിമാനമാകും. ആയതിനാൽ അങ്ങേയറ്റം സ്നേഹത്തോടും ആദരവോടും ഭിന്നശേഷി കലോത്സവത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്കാണ് ഗ്രൂപ്പ് ഡാൻസിന് 1ാം സ്ഥാനം കിട്ടിയത്. ഈ ഗ്രൂപ്പ് ഡാൻസിലേക്ക് ഈ കുട്ടികളെ പ്രാപ്തരാക്കിയ ഞങ്ങളുടെ പ്രിയങ്കരിയായ അധ്യാപികയ്ക്കും അതിന് മാനസികവും സാമ്പത്തികവും ആയ പിന്തുണ നൽകിയ ഭരണസമിതിക്കും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടിയതിലേറെ അഭിമാനം ഞങ്ങളുടെ കുട്ടികളെ അവർക്ക് ഒരു അംഗീകാരം നൽകുക കൂടിയാണ് ഇതുവഴി ലഭിച്ചത്. ഈ അംഗീകാരം ഏറനാട് നാട്ടുവാർത്തയിലൂടെ എല്ലാ പ്രദേശത്തും എത്തുകയും അതുവഴി ഞങ്ങളുടെ കുട്ടികൾ കൂടുതൽ പറന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. നമ്മുടെ ബഡ്സ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. പൊന്മുള അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ടടുത്ത ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് മാറണമെന്ന് അപ്പോൾ DMO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലക്ടർ അതിന് സഹായിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു കലക്ടറേറ്റിൽ എത്തിയിട്ട് ഈ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അവർ BRC വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കലക്ടറേറ്റിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് കലക്ടർ അനുമതി നൽകിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് പുതിയ കെട്ടിടം കിട്ടേണ്ടത് സംബന്ധിച്ചും പുതിയ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെ കലക്ടറോട് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാ പഞ്ചായത്തുകളും ഇത്തരം ബഡ്സ് സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള നടപടി ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ MLA MP-മാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ആയിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്താ വെച്ചാൽ തനത് രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടക്കുന്നു, ജില്ലാ പഞ്ചായത്ത് നടക്കുന്നു. ഒരു ഏകീകൃത രൂപത്തിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും ബഡ്സ് സ്കൂളുകൾ അതുമാതിരി ബഡ്സ് റിസോഴ്സ് സെൻ്ററുകളൊക്കെ സ്ഥാപിക്കുക, ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള സഹായങ്ങൾ നൽകുക, ഇതൊക്കെയാണ് കുടുംബശ്രീക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒരു 25 ലക്ഷം രൂപയോളം നമുക്കൊരു ബഡ്സ് സ്കൂളുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കുടുംബശ്രീക്ക് കഴിയും. അപ്പോൾ ഇത് സമഗ്രമായിട്ടൊരു പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇത്തരം ബഡ്സ് സ്കൂളിൽ പ്രവേശനം നൽകാനും അതുപോലെ അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നിലവിലെ സൗകര്യം വർദ്ധിപ്പിച്ച് എല്ലാവിധ തെറാപ്പികളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കാനുള്ള പരിപാടി അത് സംബന്ധിച്ചൊക്കെ കലക്ടറോട് ചർച്ച ചെയ്യാനും അവരുടെ പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്കുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് നല്ല രീതിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മറ്റ് ത്രികലാ സംവിധാനത്തിൻ്റെ പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം,
കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം വരികളിൽ സമരകാഹളം മുഴക്കണം വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.